വയനാട്ടിൽ നിന്ന് ഉരുൾപൊട്ടി ചാലിയാർ വഴി നിരവധി മൃതദേഹങ്ങളാണ് മലപ്പുറം ജില്ല വഴി ഒഴുകിപ്പോയത്. അതായത് 45 കിലോമീറ്ററിലധികം ദൂരത്ത് വെച്ച് തന്നെ മൃതദേഹം ലഭിച്ചെന്നാണ് മലപ്പുറം SP പറയുന്നത്. അതായത് കോഴിക്കോട് മലപ്പുറം ജില്ലയുടെ അതിർത്തിയെ വാഴക്കാട് വെച്ച് ഒരു കുട്ടിയുടെ മൃതദേഹമാണ് ലഭിച്ചത്. ഏറ്റവും ദൂരത്തുനിന്ന് ലഭിക്കുന്ന മൃതദേഹം അതാണ്. അതായത് ആ വാഴക്കാട് നിന്ന് ഈ അപകടം നടന്ന സ്ഥലത്തേക്ക് ഈ പുഴ വഴി നോക്കുകയാണെങ്കിൽ ഏകദേശം 45 കിലോമീറ്ററിലധികം ഉണ്ടെന്നാണ് അധികാരികൾ പറയുന്നത്. മൃതദേഹങ്ങൾ മാത്രമല്ല, നൊമ്പരപ്പെടുത്തുന്ന ഒട്ടനവധി കാഴ്ചകൾ ഈ ചാലിയാറിന്റെ തീരത്തുണ്ട്. ഞാൻ നിൽക്കുന്നത് പോത്തുകല്ല് മുണ്ടേരി ഫാമിനോട് ചേർന്നൊഴുകുന്ന ഈ ചാലിയാർ പുഴയുടെ തീരത്താണ്. ഇവിടെ നിന്ന് ഒരു മൃതദേഹം ആദ്യത്തെ ദിവസം തന്നെ ലഭിച്ചിരുന്നു. ഞങ്ങൾ ഈ നിൽക്കുന്ന ഈ സ്ഥലത്ത് നിന്ന് മൃതദേഹം ലഭിച്ചിരുന്നു. നാട്ടുകാരായ രക്ഷാപ്രവർത്തകരാണ് ഇവിടെ നിന്ന് മൃതദേഹം അന്ന് നീക്കിയത് നിലമ്പൂർ ജില്ലാ ആശുപത്രിയിലേക്ക് മാറ്റിയിരിക്കുന്നത്. ഇപ്പോഴും തെരച്ചിൽ പുഴ വഴി നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഈ കാണിക്കുന്നത് ഈ പുഴയുടെ ഒരു വളവാണ്. കരിങ്കല്ലിനോട് ചേർന്നൊരു ഭാഗമായതുകൊണ്ട് തന്നെ ഉരുൾപൊട്ടി ഒഴുകി വന്ന തടിക്കഷങ്ങളൊക്കെ തന്നെ ഇവിടെ അടിഞ്ഞുകൂടി കിടക്കുകയാണ്. അതിനിടയിലാണ് നൊമ്പരപ്പെടുത്തുന്ന കാഴ്ചകളുള്ളത്. സുരക്ഷിതമെന്ന് കരുതി കിടന്നുറങ്ങിയിരുന്ന കിടക്കയും ബെഡും സഹിതമാണ് ആ വീട് ഉൾപ്പെടെ തകർന്ന് ഒലിച്ചാണ് ഈ ചാലിയാർ വഴി വന്നത്. അടുക്കളയിൽ ഉപയോഗിക്കുന്ന റൈസ് കുക്കർ ഇവിടെ കാണാം, ആളുകളുടെ ചെരുപ്പും ഷൂസും കാണാം, അടുക്കളയിലുള്ള മുളക് പൊടിയുടെ പാത്രങ്ങൾ കാണാം, അങ്ങനെ നിരവധിയായ വീട്ടുപകരണങ്ങൾ ഇവിടെ കാണാം. കിടക്കയുടെ കട്ടിലിൻ്റെ കാല് കാണാം, വാതിൽ പടികൾ കാണാം. അതായത് വീട് നിശേഷം തകർന്ന് ഒലിച്ച് ഇത്രയധികം കിലോമീറ്റർ. ഞാൻ ഈ നിൽക്കുന്ന സ്ഥലത്തു നിന്ന് ഈ അപകടം നടന്ന വയനാട്ടിലെ മുണ്ടക്കൈ ഭാഗത്ത് പുഴ വഴി പോവുകയാണെങ്കിൽ 20 കിലോമീറ്ററോളം ദൂരമുണ്ടെന്നാണ് പറയുന്നത്. അത്രയധികം ദൂരത്തിൽ മൃതശരീരങ്ങൾക്കൊപ്പം അവർ കിടന്നുറങ്ങിയിരുന്ന സുരക്ഷിതമെന്ന് കരുതിയിരുന്ന വീട് ഉൾപ്പെടെ ഒഴുകി വന്ന ഈ ചാലിയാറിൻ്റെ ഇരു കരകളിലും വിവിധ ഭാഗങ്ങളിൽ ഇങ്ങനെ അടിഞ്ഞുകൂടി കിടക്കുകയാണ്. ഇത് എനിക്ക് മുൻപിൽ കിടക്കുന്നത് ഏതോ ഒരു വീട്ടിൽ ഉപയോഗിച്ചിരുന്ന അടുക്കളയിൽ ഉപയോഗിച്ചിരുന്ന പച്ചക്കറിയൊക്കെ തന്നെ അരിയാൻ ഉപയോഗിക്കുന്ന നമ്മുടെ വീട്ടിൽ ഉപയോഗിക്കുന്ന ഈ കട്ടിംഗ് പാടാണ്. അത് മുറിഞ്ഞ് ഒരു കഷ്ണം ഇവിടെ ഒഴുകിയെത്തിയിരിക്കുകയാണ് ഇത്രയും കിലോമീറ്റർ ദൂരം. ഇതാണ് ഈ ദുരന്തത്തിൻ്റെ വ്യാപ്തി മനസ്സിലാക്കാൻ വേണ്ടി പറഞ്ഞെന്ന് മാത്രം. അങ്ങനെ ഈ ചാലിയാറിൻ്റെ ഇരു കരകളിലും ഇത്തരത്തിലുള്ള കാഴ്ചകളുണ്ട്. ഇപ്പോഴും ഈ നാട്ടുകാർ ഇവിടെ തെരച്ചിലാണ്. പോലീസും ഫയർഫോഴ്സ് NDRF ഒക്കെ തന്നെ ഉണ്ട്. അപ്പോഴും അവർ ഈ മൃതദേഹങ്ങൾ തേടി പോകുന്ന സമയത്ത് ഇത്തരം നൊമ്പരപ്പെടുത്തുന്ന കാഴ്ചകളും ചാലിയാറിൻ്റെ തീരത്തുണ്ട്. നിലമ്പൂരിൽ നിന്നും വീഡിയോ ജേർണലിസ്റ്റ് ഉണ്ണി തൂവിനൊപ്പം റിപ്പോർട്ടർ സിനോജ് തോമസ്, ഇൻ റിപ്പോർട്ടർ.